സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക പച്ചടിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിനായിട്ട് ഒരു 250 ഗ്രാം വെണ്ടയ്ക്ക അതാ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പും 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണേ. ഇനി നമുക്കൊരു 1/2 കപ്പ് തേങ്ങ, ഒരു 1/2 സ്പൂൺ ജീരകവും 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ കടുക് ചേർക്കാം. കടുക് ചേർത്തിട്ട് വല്ലാതെ അങ്ങ് അരയ്ക്കരുത്, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ആ കടുകൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടാനേ പാടുള്ളൂ. ഇനി നമുക്കൊരു 1/2 കപ്പ് തൈര്, 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയില്ലേ, വെണ്ടയ്ക്ക ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് കൂടെ താളിച്ചിടണം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിച്ച ശേഷം ഉണക്കമുളകും കൂടെ ചേർത്ത് താളിച്ച് അതുകൂടെ ചേർത്തങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി റെഡിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ.